ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലീല സ്റ്റോക്ക് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നൊരു പുതിയ വിഷയമായിട്ട് കടന്നു വന്നിരിക്കുന്ന വിഷയം വിവിധ തരമുള്ള ഭർത്താക്കന്മാർ എന്നുള്ളതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഒരു വിവാഹം നടക്കുമ്പോൾ അത് ലവ് മാരേജ് ആയാലും അല്ലാതുള്ള മാരേജ് ആയാലും അതിൻ്റെ അകത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാലും വിവാഹം എന്ന് പറയുന്നത് ഒരു താലി കെട്ടി സ്വീകരിച്ച് തൻ്റെ ഭാര്യയാക്കുന്ന അവരെ അന്ന് മുതലാണല്ലോ ഭാര്യ ഭർത്താക്കന്മാരാകുന്നത്, സ്നേഹിച്ച് നടന്നവരായാലും അല്ലാതുള്ളവരായാലും ഒക്കെ. അപ്പോൾ ആ നിമിഷത്തിൽ ആ സമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ദൈവങ്ങളുടെ മുമ്പിൽ ഒക്കെ വെച്ച്, പള്ളിയിലും അമ്പലത്തിലും ഒക്കെ വെച്ച് ദൈവസാന്നിധ്യത്തിൻ്റെ അവരുടെ അനുഗ്രഹാശിസുകളോട് അല്ലെ ആ സന്നിധാനത്തിൽ വെച്ച് താലി കെട്ടി സ്വീകരിക്കുന്ന ഒരു ഭാര്യ, അല്ലെ മിന്നുകെട്ടി സ്വീകരിക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യയെ ഒരു ദിവസം പെട്ടെന്നൊരു ദിവസം അവളൊരു പുതിയൊരു സാഹചര്യത്തിലും പുതിയൊരു ആൾക്കാരിലേക്കും പുതിയൊരു ഇതിലേക്കും പറിച്ച് നടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുവരെ അവൾ ജീവിച്ച് അവിടെ സ്വന്തം അപ്പനും അമ്മയും അവിടെ സഹോദരങ്ങൾ അവരോടൊപ്പം ജീവിച്ചു എടുത്തു. അവരുടെ സ്നേഹങ്ങളും പരിപാലനവും എല്ലാം കിട്ടി. അവരെ കൊണ്ട് കഴിയാവുന്ന അത്രയും പഠിപ്പിച്ചു എടുത്തു. ഇന്ന് മുക്കാലും പെൺകുട്ടികൾ ജോലി ചെയ്യുന്നവരാണ്, ജോലിയൊക്കെ ആയി. അപ്പോൾ അങ്ങനെയാണ് ഒരു വിവാഹത്തിൻ്റെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ആ പെൺകുട്ടി ആ പുതിയ വീട്ടിൽ ചെല്ലുന്ന സമയത്തെ അവിടെ എല്ലാം അവൾക്ക് പുതുമയാണ്. ഒന്നും അവളെ അവിടെ അറിയുന്നത് അവർ അപ്പനും അമ്മയും ആ വീട്ടിലെ ഭർത്താവിൻ്റെ വീട്ടിലെ സഹോദരങ്ങളും അല്ലെ അമ്മായിയച്ഛനും അമ്മായിയമ്മ അല്ലെ അവരെ സഹോദരങ്ങൾ, നാത്തൂന്മാർ, അവരൊക്കെ എല്ലാവരും. അപ്പം അവക്കെല്ലാം അത് പുതുമയാണ്. അവിടെ ചെല്ലുന്ന വീട്ടിൽ എല്ലാവരും പുതിയ ആൾക്കാരാണ്, പുതിയ ഇടം, പുതിയ വീട്, പുതിയ സാഹചര്യം, പുതിയ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ പെൺകുട്ടി പെട്ടെന്ന് ഒന്ന് പറിച്ചു നക്കപ്പെടുകയാണ്. അവരുടെ വീട്ടിലെല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഈ വിവാഹം കഴിക്കുന്ന ഈ ഭർത്താവ് ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി വെച്ച് സ്വീകരിക്കുന്ന ഒരു ഭർത്താവ്, ആ ഭർത്താവ് എന്ത് കടമയാണ്, ഉത്തരവാദിത്തങ്ങളേറെയാണ്. ഉത്തരവാദിത്വം, കരുതൽ, സ്നേഹം എല്ലാം ആ ഭർത്താവ് കൊടുക്കേണ്ടുന്ന ഒരാളാണ്. പിന്നീട് ആ പെൺകുട്ടിക്ക് അപ്പനായും അമ്മയായും സഹോദരനായും സഹോദരിയായും എല്ലാമുള്ള സ്നേഹവും കാര്യങ്ങളും ലഭിക്കേണ്ടുന്ന ഈ ഭർത്താവിൽ നിന്നാണ്. ഇപ്പോൾ ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആ ഭർത്താവിൻ്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒക്കെ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളും കെറുമ്പലും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങിയാലും ഈ ഭർത്താവ് അവിടെ ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കുവാണെങ്കിൽ, ആ പെൺകുട്ടിയോട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അവളെ കരുതേണ്ടുന്ന രീതിയിൽ അവളെ കരുതി എടുക്കുകയൊക്കെ ചെയ്താൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഒക്കെ പോകും. പക്ഷേ ഞാൻ ഇപ്പോഴത്തെ കാര്യം നിലനിർന്ന പൊതുവെ എൻ്റെ ജനറേഷൻ തൊട്ടുള്ള ഭർത്താക്കന്മാരുടെയൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. എത്രത്തോളം ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എത്ര ഭർത്താക്കന്മാർക്കറിയാം തൻ്റെ ഭാര്യയുടെ പീരീഡ്സ് എപ്പോഴാണ് വരുന്നത്, എന്തുണ്ട് അവർക്ക് ആ സമയത്തുള്ള പ്രശ്നങ്ങൾ, അല്ലേ ഈ മോണോഫേസ്, അതായത് പീരീഡ്സൊക്കെ നിൽക്കുന്ന ഒക്കെ ആയിട്ടുള്ളവർ അവരുടെ പീരീഡ്സ് എന്നാണ് നിന്നത്, പീരീഡ്സ് നിന്ന് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് അതിൻ്റേതായിട്ടുള്ള മാനസിക സംഘർഷം, ശാരീരിക സംഘർഷം, ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള അവർക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന, മനസ്സിലുണ്ടാകുന്ന, ഇതൊക്കെ എത്ര ഭർത്താക്കന്മാർക്കറിയാം. ഇതറിഞ്ഞ് എത്ര ഭർത്താക്കന്മാർ ആ ഭാര്യമാരോട് ഇടപെടുന്നു, അല്ലെങ്കിൽ ആ ഭാര്യമാരെ ചേർത്ത് നിൽക്കുന്നു, അവരോട് ഇത് ചെയ്യുന്നു. ഇപ്പം എല്ലാ ഭർത്താക്കന്മാരെയും പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. എന്നാൽ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഭർത്താവ് വിളിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നതിനെല്ലാം ആ ഭർത്താവാണ് മറുപടി പറയുന്നത്. പീരീഡ്സ് എപ്പം വന്നു, നിന്നു, എന്തൊക്കെയാണ്, എപ്പം ഡോക്ടറെ കാണിച്ചു, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഏതൊക്കെ കുഴപ്പങ്ങളാണുള്ളത്, എന്നൊക്കെ ടെസ്റ്റുകളാണ് ചെയ്തതിൽ അത്ര കറക്റ്റായിട്ട് ഡേറ്റും എല്ലാം സമേതം ആ ഭർത്താവ് ഡോക്ടറോട് പറയുന്നത് ഞാൻ കണ്ടു.
അപ്പം ഞാൻ പറയുന്നത് എന്തുവാണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരും ഉണ്ട്. പക്ഷേ വളരെ ചുരുക്കം എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇന്ന് എത്രയോ സ്ത്രീകളുമായിട്ട് ഞാൻ ഇടപഴകുന്നുണ്ട്. ഞാൻ യോഗയ്ക്ക് പോകുമ്പോഴായാലും അവിടെ കാണുമ്പോഴായിരിക്കും സമൂഹത്തിലെ സ്ത്രീകളുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുള്ള കൂട്ടത്തിലാണ്. പല ഏജിലുള്ളവരുമായിട്ടും എൻ്റെ ഏജിലുള്ള കുറഞ്ഞ ഏജിലുള്ളവരായാലും വിവാഹിതരായാലും വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളൊക്കെ എനിക്ക് കൂട്ടുകാരുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പം ഭർത്താക്കന്മാരുള്ളവരെ അവരുടെയൊക്കെ മുക്കാലും സ്ത്രീകളുടെ വായിൽ നിന്നും വരുന്നത് ഇങ്ങനെയാണ്: അവർക്കൊന്നും അറിയത്തില്ല ഭർത്താവ്, ആ പുള്ളിക്കാരൻ അങ്ങനെ, ആ പുള്ളിക്കാരൻ ഇതൊന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ല, എടുക്കത്തില്ല, ഇവറ്റൊന്നും ചോദിക്കാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതലും ആണുങ്ങൾ, ഭർത്താക്കന്മാരായിട്ടുള്ള ആണുങ്ങൾ ഈ വക കാര്യങ്ങളെ അവർക്ക് അറിയുകയും വേണ്ട. ഇതൊന്നും അവരുടെ ഉത്തരവാദിത്വമല്ല, ഇതൊന്നും അവരുടെ കാര്യങ്ങളല്ല, ഇതൊന്നും അവർക്ക് അറിയുകയും വേണ്ട, കേൾക്കുകയും വേണ്ട, ഒന്നുമില്ല. അവർക്ക് അവരുടെ കാര്യം സാധിക്കണം, അവർക്ക് അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടണം, എടുക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയുള്ള ഒരു പുരുഷ സമൂഹം ഭർത്താക്കന്മാരെന്ന് കൂടുതലുമായിട്ടും ഉള്ളത്. മറ്റുള്ളവരുണ്ട്, ചുരുക്കമാണെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഞാനിപ്പം ഉദാഹരണത്തിനായിട്ട് പറഞ്ഞത്. നമ്മൾ ഒരു കാര്യങ്ങൾ നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം സ്ത്രീകളും, ഞാൻ ഇടപെട്ടിട്ടുള്ള, എന്നോട് സംസാരിച്ചിട്ടുള്ള ഭൂരിഭാഗം സ്ത്രീകളിൽ നിന്നും കേൾക്കുന്നത് ഭർത്താവിന് ഈ വക കാര്യങ്ങളൊന്നുമില്ല, ഈ വക കാര്യങ്ങളൊന്നും ഭർത്താവ് തിരക്കാറില്ല, ഭാര്യയ്ക്ക് എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ ഭാര്യയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഞാനാണ് അവൾക്കുള്ളത്, എൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാനത് വെക്കുന്നില്ല, തൻ്റെ ഉത്തരവാദിത്തമാണ്, ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണത്, കടമയാണത് ചെയ്തു കൊടുക്കേണ്ടത്. അതൊരു സ്ത്രീ, ഒരു ഭാര്യയ്ക്ക് ലഭിക്കേണ്ടുന്ന അവകാശമാണ്. നിയമത്തിലായാലും ഉണ്ടല്ലോ, നിയമമായാലും ഉണ്ടല്ലോ, അവകാശമാണ്. അങ്ങനെയുള്ള ഒരിടത്തെ എത്ര ഈ ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്കെല്ലാം വേണം, അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം ഭാര്യമാരെല്ലാം ചെയ്തു കൊടുക്കണം, ആഹാരം വെച്ച് കൊടുക്കണം, ചായ വെച്ച് കൊടുക്കണം, കാപ്പി ഇട്ട് കൊടുക്കണം, അവർ കയറി വരുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാം ഇത് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് ഓഫീസിൽ രണ്ടുപേരും ജോലി ചെയ്യുന്നവരെന്ന് വിചാരിച്ചോ, രണ്ടുപേരും ഓഫീസ് വിട്ട് അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നു, മുന്നേ ആയിട്ടും താഴെയായിട്ടും ഒക്കെ വന്നെന്ന് വെച്ചോ, ടൈമിങ്ങിൻ്റെ വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ ഒന്നിച്ച് വന്നെന്ന് വെച്ചോ, വരുന്നതേ ഭർത്താവ് എന്നോടുക്കും, ഭർത്താവ് അവിടെ സോഫയിലോട്ട് ഇരുന്നിട്ട് ഫോൺ തോണ്ടാൻ തുടങ്ങും. ഈ ഭാര്യയും ജോലി ചെയ്ത് ക്ഷീണിച്ചാണ് വരുന്നതെന്നുള്ളത് അറിയണം. ഭാര്യയിലാണ് ചേഞ്ചസ് ഉള്ളത്, ഭാര്യയുടെ ശരീരത്തിനാണ് ഈ പ്രസവവും മറ്റുള്ള കാര്യങ്ങളും സിസേറിയനായാലും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടുള്ളതായ ശാരീരികമായിട്ടുള്ള വ്യതിയാനങ്ങളും ഹോർമോൺ ചേഞ്ചസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എല്ലാ വേദനകളും സ്ത്രീയിലാണ് ഉള്ളത്. അപ്പോൾ ആ സ്ത്രീ അതുകൂടാതെ വെളിയിൽ പോയി ജോലിയും ചെയ്തിട്ട് വന്നു കഴിയുമ്പോൾ രണ്ടുപേരും വന്നെന്ന് വെച്ചു, പക്ഷെ ഭർത്താവ് കയറി വരുന്നതേ അങ്ങോട്ട് ഇരുന്നിട്ട് ഫോൺ തോണ്ടാൻ തുടങ്ങും. ഉടനെ ഭാര്യ ബാഗും അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഭാര്യ പോയി ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഭർത്താവിനും കൊടുക്കണം. എന്തുകൊണ്ട് ഈ ഭർത്താവ് അല്ലെ നേരത്തെ വന്നു, ഓഫീസിൽ നിന്ന് വന്നു, അല്ലെ ജോലി കഴിഞ്ഞ് വന്നു, ആ ഭാര്യ വരുമ്പോൾ എന്തുകൊണ്ട് ഒരു ചായ ഉണ്ടാക്കി എടുക്കുന്നില്ല? അവൾ സമ്പാദിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവൾ ജോലിക്ക് പോകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ ഭർത്താവ് എന്ന ആളിനെ സപ്പോർട്ടിന് വേണ്ടിയിട്ടല്ലേ പോകുന്നത്? അല്ലേ ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമല്ലേ ഭാര്യയും മക്കളെയും സംരക്ഷിക്കുകയും കുടുംബത്തിൻ്റെ സകല ചുമതലയും ചെയ്യേണ്ടുന്നത് ഈ ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ആ ഇടത്ത് ആ ഭാര്യ കൂടെ പോയി ആ സപ്പോർട്ട് കൊടുത്ത് ജോലി ചെയ്ത് കൊണ്ടുവന്ന് ഭർത്താവിന് സപ്പോർട്ടും താങ്ങും തണലുമായി നിൽക്കുമ്പോൾ ആ ഭർത്താക്കന്മാരെ എന്താണ് ചെയ്യുന്നത്? ഇന്ന് മുക്കാലും ഭർത്താക്കന്മാർ അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, അവർക്ക് യാതൊരു ഇതുമില്ല. അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ അറിയണ്ട, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ, തീർന്നോ, എടുത്തോ, മേടിക്കണോ, പിറക്കണോ, എടുക്കണോ, ഇതെല്ലാം ഭാര്യയുടെ മാത്രമാണ് ഇതായിട്ടാണ് കണക്കാക്കുന്നത്. അവർ ഒരു ജോലിയേ ചെയ്യത്തുള്ളൂ. ഒരു ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് വന്നവൻ്റെ ബാക്കി ജോലി ഫോൺ തോണ്ടലാണ്. അവരെന്ത് ജോലി ചെയ്യുന്നു ആ ജോലി മാത്രം ചെയ്തിട്ട് പിന്നെ വീട്ടിൽ വന്നവർക്ക് അവർക്ക് ഫോൺ തോണ്ടൽ മാത്രമാണ് അവരുടെ പരിപാടി. ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. എന്നാലേ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഭർത്താക്കന്മാരും ഉണ്ട്. നീ വന്നോടി, ഞാൻ ചായ ഇടാം, നീ വന്നോ, നീ ഇരിക്കേ,
നീ ഇരിക്കാൻ ഞാനിപ്പോൾ ചായ ഇട്ടുകൊണ്ട് വരാം. അങ്ങനെ ഭാര്യ ഡ്യൂട്ടിയും കഴിഞ്ഞ് വരുമ്പോഴേ ഭർത്താവ് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ ചായ ഇടാം എന്നും പറഞ്ഞുണ്ടാക്കി കൊടുക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. പക്ഷെങ്കിൽ വളരെ കുറവ്, വളരെ കുറവ്. ഇപ്പം വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴായാലും എല്ലാ ഭാര്യ ബാത്റൂം കഴുകുന്നത് ഭാര്യ, ബാത്റൂം ക്ലീൻ ആക്കേണ്ടുന്നത് ഭാര്യ, അടുക്കള അങ്ങനെ അതെല്ലാം ഭാര്യ. ഈ ഭാര്യ വെളിയിലും പോയി ജോലി ചെയ്യുന്നതാണ്. തുണി നനയ്ക്കുന്നത് അത് ഭാര്യ, സർവ്വതും ഭാര്യ. ഭർത്താക്കന്മാരുടെ പണി എന്തോ പിന്നെ? അപ്പം ഇപ്പോൾ ഭർത്താവും ഭാര്യയും ജോലി ചെയ്യുവാണെങ്കിൽ രണ്ടു കൂട്ടരും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെങ്കിലേ ജീവിതം ശരിയാകത്തുള്ളൂ. പിന്നെ ഭാര്യമാർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ അധ്വാനം കബളിപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അനുഭവസ്ഥയായതുകൊണ്ടായി പറയുന്നത്. അവരുടെ അധ്വാനം കബളിപ്പിച്ച്, കാരണം നമ്മൾ വിശ്വസിക്കുന്നവർ ഇടയിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അവരെ കബളിപ്പിക്കുന്നവരുണ്ട്. അവർ പോലും നല്ലൊരു തുണി അവർക്ക് വേണ്ടിയിട്ട് മേടിക്കുവാനും എടുക്കുവാനും ചെയ്യാതെ അതിനും അവരന്വേഷിച്ച പൈസയിൽ നിന്ന് ഭർത്താവിൻ്റെ അനുമതി വേണം. അവർ ജോലി ചെയ്ത പൈസ കൊണ്ട് അവർക്ക് മേടിക്കാനാണെങ്കിലും അതിനും ഭർത്താവിൻ്റെ അനുമതി വേണം, ചോദിക്കണം. എന്തൊരു ദയനീയാവസ്ഥയാണെന്നുള്ളത് നോക്കിയേ. പല സ്ത്രീകളും എന്നോട് പങ്കുവെക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് സമൂഹത്തിൽ ഇഷ്ടം പോലെ പല വിധത്തിലുള്ള സ്ത്രീകളും എൻ്റെ ഫ്രണ്ട്സായിട്ടുണ്ട്, കൂട്ടുകാരായിട്ട് കൂടുമ്പോഴും എടുക്കുമ്പോഴും അവരവരോടൊക്കെ പങ്കുവയ്ക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നത്. അല്ല ഞാൻ സ്വയമായിട്ടൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതല്ല കാര്യങ്ങളെ, ഓരോ കണ്ടൻറ്റും. പിന്നെ ഭർത്താക്കന്മാർ ഹോസ്പിറ്റലിൽ പോയാലോ അവർക്കൊന്നും അറിയത്തില്ല. അവർ ഡോക്ടറോടൊന്നും ചോദിക്കത്തില്ല. അവർ ഡോക്ടറല്ലേ എൻ്റെ ഭാര്യയ്ക്ക് എന്താ കുഴപ്പം, എന്തുവാ അതേസമയം തിരിച്ചു ഭാര്യ ഭർത്താവിനെയും കൊണ്ടുവാണെങ്കിൽ ഭാര്യ എല്ലാം ചോദിക്കും, പറയും, സംസാരിക്കും, എടുക്കും. ഭാര്യയ്ക്ക് വെപ്രാളവോ, അയ്യോ എന്തുവാ ഡോക്ടറെ, അത് കൂടുതലാണോ, ഇത് കൂടുതലാണോ, എന്തോ ചെയ്യണോ, എടുക്കണതിന് എന്നോ ചെയ്യണം. ഭാര്യമാരങ്ങ് വേവലാതിപ്പെട്ട് ഡോക്ടേഴ്സിനോട് ചോദിക്കുക. പക്ഷേ എത്ര ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ വേവലാതിപ്പെട്ട് ഭാര്യയും കൊണ്ടുപോയിട്ട് ഡോക്ടറോട് എടുക്കുന്നേ. ഇതൊക്കെ വളരെ കോമണായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഈ ഭാര്യ എന്ന് പറയുന്നത് ആരാ ഈ ഭാര്യ എന്ന് പറയുന്നത്? ഒരു ഭവനത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു വേറൊരു കുടുംബത്തിലേക്ക് വന്നു തൻ്റെ ഭർത്താവിൻ്റെ മക്കൾക്ക് ജന്മവും കൊടുത്ത് അവരെയും വളർത്തി അവരുടെ ഉന്നമതിക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും കൂടെ കൊടുത്ത് വീട്ടിലത്തെ ജോലി, നാട്ടിലും ജോബും ചെയ്ത് സമ്പാദിച്ച് കൈകളിലൊക്കെ കൊടുത്ത് ഇതാക്കുന്ന ഭാര്യമാരെ, അവരെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. വഞ്ചനയുടെ, സത്യസന്ധതയ്ക്കും വിശ്വസ്തതയ്ക്കും പകരം വഞ്ചനയും ചതിയും ഒളിഞ്ഞിരിക്കുന്ന ഭർത്താക്കന്മാർ ഇഷ്ടം പോലുണ്ട്. അവരെ ചതിക്കുന്നേ, അവരെ വഞ്ചിക്കുന്നേ ഭാര്യമാരെ പറ്റി ഇനി ഞാൻ പറയുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ഇനിയും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഭർത്താക്കന്മാരെ പറ്റി മാത്രമാണ് പറയുന്നത്. എന്നാൽ തൻ്റെ ഭാര്യയെ ഞാൻ ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാനിങ്ങനെ ബാങ്കിൽ ചെന്നപ്പം എൻ്റെ കൂട്ടുകാരിയാണ്, ഇടകെട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞു, ചേച്ചി സ്നേഹിച്ചായാലും അല്ലാതെ കല്യാണം കഴിച്ചെന്നു പറഞ്ഞാലും ഒരു ഭർത്താവ് ഒരു ഭാര്യയെ താലി വെച്ച് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ കടമയും ഉത്തരവാദിത്വവും എല്ലാമാണ് താൻ താലി വെച്ച് അവളെ ഏതവസ്ഥയിലും അവളെ ചേർത്ത് പിടിക്കുക, അവളെ സംരക്ഷിക്കുക, അവളെയും മക്കളെയും സംരക്ഷിക്കുക, അവളെ എല്ലാ തരത്തിലും അവളെ കരുതുക. അതാ ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ താലി വെച്ചതിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ താലിയും സിന്ദൂരും ഒക്കെ ചുമ്മാ അങ്ങിടുന്നതാണോ? പണ്ടൊന്നും സിന്ദൂരടിയിലൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഈ നോർത്തിലെ ഇത് വന്ന ആൾക്കാർ സിന്ദൂരടിയിലൊക്കെ തുടങ്ങിയത്. അതിന് മുമ്പേ ഇവിടെ നാട്ടിൽ സിന്ദൂരവും കാര്യങ്ങളും ഒക്കെ ഇട്ടിരുന്നത്. ഇപ്പം ഈ നോർത്തിലെ കൾച്ചറൊക്കെ അങ്ങ് നാട്ടിലോട്ട് കൂടിയതുകൊണ്ടാണ് അതൊക്കെ ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഈ താലി വയ്ക്കുന്നതിന് ആ താലിക്കൊരു മഹിമയില്ലേ, അതിന് കുറേ അർത്ഥങ്ങളില്ലേ, ആ താലിക്ക് കുറേ ഉത്തരവാദിത്തങ്ങളില്ലേ. അത് ആര് ചാർത്തിക്കുന്നു, ആ ആളിൻ്റെ ഒരു പെണ്ണിനെ സ്വന്തമാക്കുമ്പം ആ ഭർത്താവിന് എന്തെല്ലാം കടമകളുണ്ട്, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ടുന്ന അവകാശങ്ങളുണ്ട്, കടപ്പാടുകളുണ്ട്.
അതിന് പകരം ഭാര്യമാരെ പറ്റിക്കുകയും ഭാര്യമാരെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിട്ട് തോന്നിവാസം ജീവിക്കുന്ന കുറേ ഭർത്താക്കന്മാരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ആയാട്ട് ജോലി ചെയ്യുന്ന ഒരു ഇവിടുത്തെ കാര്യം, ഒരു ദീദി എന്നാണ് വിളിക്കുന്നത്. ആ പുള്ളിക്കാരി രാവിലെ മെഡിക്കൽ റൂം വൃത്തിയാക്കാൻ വന്നപ്പോൾ എന്നോട് പറയുക, മാഡം ഹിന്ദിയിലാണ് പറഞ്ഞത്, മാഡം ഒന്ന് പ്രാർത്ഥിക്കുമോ എൻ്റെ ഭർത്താവ് ചത്തുപോകാനെന്ന്. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ അയാൾ ചത്തെന്ന് കേൾക്കാനൊന്ന് പ്രാർത്ഥിക്കുമോ. ഞാൻ ചോദിച്ചു, ദീദി എന്തോ ഈ പറയുന്നത്, എന്നാ ദീദി പറയുന്നേ എന്ന് ഞാൻ ചോദിച്ചപ്പം ആ പുള്ളിക്കാരി എന്നോട് പറയുക, കയ്യും കാലും ഒക്കെ എന്നെ കാണിച്ചു. ഇവൻ ഈ ഭർത്താവ് കള്ളു കുടിച്ചിട്ട് അവരെ അടിച്ചു ദേഹോദ്രവിച്ച പാടുകളൊക്കെ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, മാഡം എനിക്ക് 2 പിള്ളേരുണ്ട്. മൂത്ത മോനെ 23 വയസ്സുണ്ട്, അതിൻ്റെ ഇളയതൊരു പെൺകൊച്ചുണ്ട്. ഇയാൾ ഒരു ജോലിയും ചെയ്യത്തുമില്ല, എടുക്കത്തുമില്ല. കുടിക്കാൻ പൈസ കൊടുക്കാത്തതിന് എവിടെ കൊണ്ട പൈസ വെച്ചാലും എടുത്തിട്ട് കട്ടെടുത്തിട്ട് പൈസ എടുത്ത് വെച്ചിട്ട് കുടിച്ചിട്ട് ഈ പിള്ളേരുടെ മുന്നിൽ വെച്ച് ഈ പെണ്ണുമ്പിളെ ഈ സ്ത്രീയെ അടിക്കുകയും ദേഹോപദ്രവിക്കുകയും ചെയ്യുക. ഇന്ന് രാവിലെയും എന്നെ അടിച്ചു കണ്ടോ, ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്തില്ലല്ലോ പറ്റത്തുള്ളൂ, പക്ഷേ എൻ്റെ കൈ കണ്ടോ, എൻ്റെ കാല് കണ്ടോ മാഡം. അതുകൊണ്ടാണ് ഞാൻ മടുത്തു. ഇങ്ങനെയുള്ളതൊക്കെ എന്തിനാ, ഇല്ല അതിലും ഭേദം ഞാനും എൻ്റെ കൊച്ചുങ്ങളും കൂടെ ജീവിച്ചോളാം, എനിക്കങ്ങനെ ഭർത്താവ് വേണ്ട. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ അയാൾ ചത്തെന്ന് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഓരോ സ്ത്രീകളും അനുഭവിക്കുന്നതൊന്ന് ഓർത്ത് നോക്കിയേ. ഈ പുറമേ കാണുന്നതൊന്നുമല്ല, അറിയാം. ഓരോ സ്ത്രീകളും അവരുടെ ഒരു ഭാര്യമാരും ആഗ്രഹിക്കത്തില്ല സ്വന്തം ഭർത്താവ് മരിച്ചു പോകാൻ, അല്ലേ? ഇല്ല. പക്ഷേ ആ സ്ത്രീ അവിടെ ജോലി ചെയ്തിട്ട്, ആ സ്കൂളിൽ ജോലി ചെയ്തിട്ടാണ് കഴിയുന്നത്. അതിൽ നിന്ന് പിടിച്ചു വരച്ചും കൊണ്ട് പോയി കള്ളും കുടിച്ചിട്ട് വന്നിട്ട് ഇവർക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ്, മാഡം എനിക്ക് ടാബ്ലറ്റ് എനിക്ക് ഭയങ്കര വേദന എടുക്കുന്നു, ഞാനൊരു കോംബിഫ്ലാം ടാബ്ലറ്റൊക്കെ എടുത്ത് കൊടുത്തു, പുള്ളിക്കാരി കഴിച്ചു, മാഡം ഒന്ന് പ്രാർത്ഥിയില്ല, ഞാൻ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് അവൻ ചത്തെന്ന് കേൾക്കാനെന്ന് ഭർത്താവ്. അപ്പോൾ ഓരോ സ്ത്രീകൾ ഉള്ളിൽ അനുഭവിക്കുന്ന വേദനകളൊന്ന് ഓർത്തു നോക്കിയേ. കുടുംബത്തിൻ്റെ മക്കളുടെ ഉത്തരവാദിത്വമില്ല, ഭാര്യയുടെ ഉത്തരവാദിത്വമില്ല, സംരക്ഷണമില്ല. വെറുതെ കുറേ ഭർത്താക്കന്മാരെ. എന്തിനാ വെറുതെ കുറേ ഭർത്താക്കന്മാരെ? ഒരു പ്രയോജനമില്ലാത്ത കുറേ ഭർത്താക്കന്മാരെ ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ കൂട്ടുകാരായാലും എൻ്റെ നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത്. അത് കണക്ക് ഇഷ്ടംപോലെ എനിക്ക് ഫ്രണ്ട്സുണ്ട്, ഫ്രണ്ട്സിലെ ലേഡീസ് ഫ്രണ്ട്സുണ്ട്. ഇവിടെ നോർത്തിലായാലും മലയാളികളായാലും എല്ലാം അവർ അവരുടെ എല്ലാ അനുഭവങ്ങളും ഇങ്ങനെ ചേർന്നിരുന്ന് പങ്കുവയ്ക്കുമ്പോഴും വരുമ്പോഴും ഉള്ള അതിൽ നിന്നാണ് ഈ വീഡിയോ ഒക്കെ ഞാനിങ്ങനെ സബ്ജക്റ്റാക്കി എടുക്കുന്ന വിഷയം പറയാനൊക്കെ ഉണ്ടായി. എന്നാലേ സ്വന്തം ഭാര്യയും മക്കളെയും പൊന്നുപോലെ നോക്കുന്ന അവരാണ് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം. എൻ്റെ ഒരു ഭർത്താവ് ഒരു പുരുഷൻ കല്യാണം കഴിഞ്ഞു ഭാര്യയും മക്കളുമായി കഴിഞ്ഞു, ആ പുരുഷൻ്റെ സ്വന്തം ആരാ? ആ ഭാര്യയും മക്കളും എന്ന കുടുംബമാണോ? ആ പുരുഷൻ്റെ സ്വന്തം? എന്നിട്ട് ആ ഉത്തരവാദിത്തങ്ങളെയൊക്കെ വെറും നിസ്സാരമായിട്ടും തള്ളിക്കളഞ്ഞിട്ട് റോങ് റിലേഷനും ഒക്കെ പോയി സ്വന്തം കുടുംബത്തെ നശിപ്പിക്കുന്നവരെ പറ്റി എന്തു പറയാനാ? എന്തേരം സ്ത്രീകൾ എങ്ങനെ വെന്ത് നീർന്നതെന്നറിയാമോ? ചിലരൊക്കെ പറയും, ചിലരൊന്നും പറയത്തില്ല. ചിലരൊക്കെ അളമുട്ടി കഴിയുമെന്ന് പറഞ്ഞാൽ അങ്ങ് മടുത്ത് കഴിയുമെന്ന് പറഞ്ഞാൽ ചിലർ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അല്ലേ അവരുടെ ഹൃദയം പൊട്ടി അവർ ചാകും, അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യും. ഇത് രണ്ടും മക്കളെക്ക് വേണ്ടിയിട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വിഷയങ്ങളൊക്കെ ചിലപ്പോൾ ഷെയർ ചെയ്യുന്നത്. അതിൽ കൂടെ അവരാഗ്രഹിക്കുന്നത് ഒരാളെങ്കിലും അറിഞ്ഞ് അവരെ ഒന്ന് സാന്ത്വനിപ്പിച്ചെങ്കിൽ, അവരുടെ വിഷമം ഒന്ന് മാറിയെങ്കിൽ, ഒരാളോട് പറയുമ്പോൾ ശകലം അവരുടെ വിഷമത്തിനൊരയവ് വരും, ഒരാളെങ്കിലും ഒന്ന് കേട്ടല്ലോ അവരുടെ സങ്കടം പ്രയാസം എന്നുള്ളത് വെച്ചാണ് പറയുന്നത്. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇങ്ങനത്തെ ഭർത്താക്കന്മാരുള്ളത്. ഒരു ഉത്തരവാദിത്വമില്ല. ഇപ്പം നോക്കിയാൽ എന്തുവാ, കുറേ കല്യാണം കഴിച്ചു മക്കളെയും കൊടുത്തു, അവന് കിട്ടുന്ന അവൻ കുടിച്ചും പെരിച്ചും അവന് തോന്നിവാസം അവനും ജീവിച്ചിട്ട്, പിന്നെ ഇവൻ സമ്മാനമായി കൊടുത്ത മക്കളില്ലേ, ആ മക്കൾക്ക് കൊണ്ട് നീറി ഉരുകുന്ന എത്ര ഭാര്യമാരുണ്ട് നമുക്കറിയാമല്ലോ, നമ്മൾ കാണുന്നതല്ലേ നിരന്തരം.
അപ്പോൾ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഭർത്താക്കന്മാരുണ്ട്. തൻ്റെ ഭാര്യയെ, അവളാണ് എൻ്റെ സർവ്വവും, അവളും അവളിൽ കൂടെ ഞാൻ ജന്മം കൊടുത്ത മക്കളുമാണ് എൻ്റെ സ്വന്തം, അവരാണ് എൻ്റെ കുടുംബം, അവരാണ് എൻ്റെ നല്ലതും. ഈ പുറകെ പോകുന്നതും ഇങ്ങനെ പോയി ലാസ്റ്റിലെ താണും വീണും കിടക്കുമ്പോൾ ആരും കാണത്തില്ല. കാരണം എത്രയോ എൻ്റെ കൂട്ടുകാരികളുടെയൊക്കെ അനുഭവം കിടക്കുന്നു. പോയവരൊന്നും എവിടെ പോയി? ലാസ്റ്റിൽ അവിടെയും കാണത്തില്ല, ഇവിടെയും കാണത്തില്ല. തൻ്റെ ഏതൊരു ഭർത്താവുമുണ്ട് തൻ്റെ മക്കളെയും തൻ്റെ ഭാര്യയെയും ചതിക്കാതെ വഞ്ചിക്കാതെ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടുന്നത് തൻ്റെ ഉത്തരവാദിത്വം ഞാനാണ്, കുടുംബനാഥൻ ഞാനാണ്, ഭർത്താവാണല്ലോ നെടുന്നൂണ്, അത് എൻ്റെ ഉത്തരവാദിത്വമാണ്, ഞാൻ ചെയ്യേണ്ടുന്ന കാര്യമാണ്. അല്ലാതെ ജീവിതം വെറും പന്തടാനുള്ളതല്ല, ജീവിതം വെറും കളിക്കോപ്പല്ല ഇട്ട് കളിക്കാൻ തോന്നുന്നവനൊക്കെ. ഇന്ന് എന്തുകൊണ്ടാണ് പല കുടുംബങ്ങളും നശിച്ചു പോകുന്നത്? എന്തുകൊണ്ടാണ് പല ഡൈവേഴ്സൊക്കെ ഇഷ്ടം പോലെ ആകുന്നു? ചിലർ ഡൈവേഴ്സ് എന്തോ ഇവനെ മക്കളൊക്കെ ഇത്രയായി പോട്ടെ, സമൂഹത്തിന് മുന്നിൽ പോട്ടെ എന്ന് വിചാരിക്കുന്നതുകൊണ്ടോ? അല്ലെ അവർ മക്കളെപ്പറ്റി ചിന്തിച്ചില്ലെങ്കിൽ അവരൊക്കെ എപ്പോഴേ ഡൈവേഴ്സ് ചെയ്ത് അവരുടെ പാട്ടിന് പോകുമ്പോൾ അവർക്ക് തന്നെ പോകാനിടയില്ലേ ഇന്നത്തെ കാലത്തെ? അപ്പം നല്ല രീതിയിൽ തൻ്റെ ഭാര്യയും മക്കളെയും നോക്കി കുടുംബം നല്ലോണക്ക് പുലർത്തി സമൂഹത്തിൽ നല്ല പേരെടുത്ത് നല്ല അച്ഛനായി നല്ല ഭർത്താവായി ജീവിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അവർക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ തോന്നിയവാസം ജീവിച്ചിട്ട് ഭാര്യയെ നോക്കണ്ട, മക്കളെ നോക്കണ്ട, അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, ഭാര്യയുടെ ഒരു അറിയണ്ട, അവൾക്ക് ഇടാൻ വസ്ത്രം മേടിച്ചു കൊടുക്കണോ, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അവൾക്ക് എന്തെങ്കിലും ശാരീരിക മാനസിക വേദനകളുണ്ടോ, ഇതൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുന്ന വെറുതെ കുറേ ഭർത്താക്കന്മാരുമുണ്ട്. വെറുതെ ഒരു ഭാര്യ എന്നൊരു സിനിമ വന്നില്ലേ എന്ന് പറഞ്ഞ കണക്ക് വെറുതെ കുറേ ഭർത്താക്കന്മാരുമുണ്ട്. അപ്പം ഈ വീഡിയോയിൽ കൂടി എനിക്ക് പറയാനുള്ളത്, ഒരു സ്നേഹിച്ച കല്യാണമായാലും സ്നേഹിക്കാത്ത കല്യാണമായാലും ഒരു ഭർത്താവ് എങ്ങനെയുള്ളവനായിരിക്കണം തൻ്റെ കുടുംബത്തിനും തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് എന്നുള്ളത് വളരെ ചിന്തനീയമാണ്. നല്ല ഉത്തരവാദിത്വത്തോടും നല്ല സ്നേഹത്തോടും സൗഹൃദത്തോടും കഴിയുമ്പം അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്ന ആർക്കാ? നല്ലൊരു ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയും മക്കളെയും ചേർത്ത് നിർത്തി സകലത്തിലും അവർക്ക് വേണ്ടിയിട്ട് സകലതും ചെയ്തു എടുത്തു അവരെ നല്ല രീതിയിൽ നടത്തി അവർക്ക് എന്ന് വെച്ചാൽ സമൂഹത്തിൽ ആർക്കാ അതിൻ്റെ ക്രെഡിറ്റ് പേര് കിട്ടുന്നത്? അങ്ങേർക്ക് തന്നെ എന്തോ കിട്ടും. അയ്യോ അങ്ങേര് നല്ലൊരു ഭർത്താവ്, നോക്കെ അങ്ങേര് നല്ലൊരു അച്ഛനോ കണ്ടോ അങ്ങേര് നല്ലതായിട്ട് അതവർക്ക് കിട്ടും. അല്ലാതെ പോകുന്നതിൻ്റെ അതിൻ്റെ ക്രെഡിറ്റും അവർക്ക് തന്നെ കിട്ടത്തുള്ളൂ. അത്രയേ ഉള്ളൂ എനിക്ക് അവരെയും പറ്റിയും പറയാൻ. സഹതാപമേ ഉള്ളൂ അവരെ പറ്റി പറയാൻ. കാരണം ഓരോ വ്യക്തികളുടെയും ജീവിതം അവരവരുടെ കയ്യിലാണ്. എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ ജീവിക്കണമെന്ന് അവനവനും ചിന്തിക്കാം. നല്ലതായിട്ട് ജീവിക്കണോ അതോ സമൂഹത്തിൽ നല്ല പേരെടുത്ത് ജീവിക്കണോ, നല്ല ഒരു ഭർത്താവായിട്ട് ജീവിക്കണോ അതോ ഒരു മോശം ഭർത്താവായിട്ട് ജീവിക്കണോ എടുക്കണോ എന്നുള്ളതൊക്കെ അവർക്ക് തീരുമാനിക്കാൻ എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ഇനി ഞാൻ വരുന്നുണ്ട് കേട്ടോ. വിവിധതരം ഭാര്യമാരെ പറ്റിയുണ്ട്. ഇപ്പം ഭർത്താക്കന്മാരെ പറ്റി പറഞ്ഞാൽ ഭർത്താക്കന്മാരെ മാത്രം പറഞ്ഞെന്നും പറഞ്ഞ് വരണ്ട. ഇനിയും പലവിധമായ ഭാര്യമാരുണ്ട്, അവരെ പറ്റി ഞാൻ പറയാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും നമസ്കാരം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നെ എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ.